എൻ്റെ ഒരു ഫ്രണ്ടിന് മൂന്നാമത്തെ ദിവസം തന്നെ ജോലി കിട്ടി. മക്കളായിട്ട് ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ എനർജി ഈ യൂണിവേഴ്സിൽ പോയി ചേരും. ആണോ മാനിഫെസ്റ്റ് ചെയ്തത് അതിൻ്റെ സക്സസ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് എല്ലാം നമുക്ക് കേൾക്കാനും കാണാനും തുടങ്ങുമ്പോൾ ആക്ച്വലി നമ്മുടെ മൈൻഡിൽ മാത്രം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ എഴുതുമ്പോൾ അതിനൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ വരും. അതായത് അതൊരു ആക്ഷനിൽ കൂടെ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഡബിൾ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. നമ്മൾ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുത്തു. ഞാനിന്ന് പറയാൻ പോകുന്ന വെരി പവർഫുൾ 333 മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് മൂന്നാമത്തെ ദിവസം തന്നെ ജോലി കിട്ടി. നമ്മൾ ചെയ്യാറുള്ള 369 മെത്തേഡ്, അതിലുള്ള 3 എടുത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഈ 369 മെത്തേഡ് എല്ലാം വെരി പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടും. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ദിവസം 33 പ്രാവശ്യം വെച്ച് 3 ദിവസം ചെയ്യണം. 33 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതൊരു സർക്കിളായിട്ട് ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ എനർജി ഈ യൂണിവേഴ്സിൽ പോയി ചേരുകയും ചെയ്യും. ഇത് നമ്മൾ 3 ദിവസം ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് യൂണിവേഴ്സിൽ പോവുകയും നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് സക്സസ് ആവുകയും ചെയ്യും. നമ്മൾ ഇന്ന് 33 ടൈംസ് ആ ഇമോഷൻസ് എല്ലാം കൊടുത്ത് ഫീൽ ചെയ്ത് അങ്ങനെ എഴുതുമ്പോൾ അത് നാളെ തന്നെ പ്രോസസ്സ് ആവാൻ തുടങ്ങും. അതിൻ്റെ സയൻസ് എല്ലാം നമുക്ക് നാളെ തന്നെ കാണാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അതിൻ്റെ സക്സസ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് എല്ലാം നമുക്ക് കേൾക്കാനും കാണാനും തുടങ്ങും. ഇത് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, എന്തിനീ എഴുതണം, നമ്മൾ പറഞ്ഞാൽ പോരെ എന്നൊക്കെ. ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡെയിലി അഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രോഗ്രാമായിട്ട് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ അഫർമേഷൻസ് ഒക്കെ പറയുന്നത്. കാരണം നമ്മൾ ആൾറെഡി ധാരാളം നെഗറ്റീവ് തോട്ട്സും പേടിയൊക്കെ നമ്മുടെ മൈൻഡിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രോഗ്രാമായിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ആ നെഗറ്റീവ് തോട്ട്സ് മാറി നമ്മൾ പുതിയതായിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ റീപ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ഒക്കെ വരും ആ കാര്യത്തിൽ. എന്നാൽ അതേ കാര്യം നമ്മൾ എഴുതുമ്പോൾ ആക്ച്വലി നമ്മുടെ മൈൻഡിൽ മാത്രം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ എഴുതുമ്പോൾ അതിനൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ വരും. അതായത് അതൊരു ആക്ഷനിൽ കൂടെ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഡബിൾ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. നമ്മൾ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുത്തു. നമ്മൾ കേട്ടിട്ടില്ലേ, ഈ എഴുതി വെച്ചതെല്ലാം നടന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ശരിയാണ്. നമ്മൾ ഗോൾസ്, ഗ്രാറ്റിറ്റ്യൂഡ് അതെല്ലാം എഴുതുമ്പോൾ നമുക്കതൊരു വൈബ്രേഷനായിട്ട് നമ്മുടെ ബ്രെയിനിൽ പ്രോഗ്രാം ആവുകയും അത് പതിയെ പതിയെ നമുക്ക് നടക്കുകയും ചെയ്യും. അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ഫീലും കൊടുത്ത് ഇമോഷൻസ് എല്ലാം കൊടുത്ത് നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഡബിൾ ബെനിഫിറ്റ്സ് കിട്ടും. അല്ലാതെ അതെഴുതുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിച്ച് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തിടാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന ഒരു യൂസും ഇല്ല. അതുകൊണ്ടാണ് പലർക്കും ഈ മാനിഫെസ്റ്റേഷൻ വർക്കാവാത്തത്. കാരണം അവർ എല്ലാ മെത്തേഡും ചെയ്യും, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഒന്ന് ഇമോഷൻസ് കൊടുത്തെഴുതില്ല. പിന്നെ എന്താ, നമ്മൾ ഇന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ വിടണം, ലെറ്റ് ഗോ ചെയ്യണം, അത് ചെയ്യില്ല. എന്നിട്ട് ഇതൊന്നും ചെയ്യാണ്ട് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടന്നില്ല, ഇതൊക്കെ നോൺസെൻസ് ആണ് എന്നൊക്കെ കമൻസ് ഒക്കെ വരാറുണ്ട്. സോ അവരോടൊന്നും പറയാനില്ല. കാരണം അവർ ഒരു കാർമിക് സിറ്റുവേഷനിലാണ്. ആ കർമ്മ ഡിലീറ്റ് ആവുന്നത് വരെ അവർക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരൊരാൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നുവോ അവർക്കെല്ലാം കർമ്മ ഡിലീറ്റ് ആവാൻ തുടങ്ങി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഇനി അവർ തന്നെ ഡിസൈൻ ചെയ്യും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെല്ലാം മനസ്സിലാക്കി അതിലേക്ക് പോകുമ്പോൾ നമ്മുടെ കർമ്മ ഡിലീറ്റ് ആവുകയും നമ്മുടെ ജീവിതം നമ്മൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. കാരണം എന്ത് നമ്മൾ ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനിലൊക്കെ എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്ത് തിങ്ക് ചെയ്യുന്നു അതായിട്ട് മാറുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നെല്ലാം ഡൈവേർട്ട് ആവും. അപ്പോൾ നമ്മുടെ കർമ്മ അവിടെ ഡിലീറ്റ് ആവും. നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടെ ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എത്ര പെർസെൻറ്റേജ് ആ ഫീലിങ്സും വിശ്വാസം കൊടുക്കുന്നുവോ ആ ഹാപ്പി ഫീലിംഗ് ഈ പ്രപഞ്ചത്തിൽ പോയി ചേരും. അപ്പോൾ അത് നമുക്ക് മാനിഫെസ്റ്റായി നമുക്ക് കിട്ടാൻ തുടങ്ങും. പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് ഭാഷയൊന്നും ഇല്ല. മലയാളം, ഇംഗ്ലീഷ്, തമിഴ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ ആ ഫീലിംഗ് ആണ് പ്രധാനം. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ ആ ഫീലിംഗ് നമുക്ക് തിരിച്ചു കിട്ടും. ഈ 333 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് നമ്മൾ 33 ടൈംസ് എഴുതുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആവുന്നത് നമുക്ക് തന്നെ മനസ്സിലാകും. നമുക്ക് തന്നെ അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് വരും, ഇത് സക്സസ് ആവുമെന്ന്. എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അതിനെ ഉടനെ വിടുക, അത്
അതിപ്പോൾ നമ്മൾ നോട്ട് എടുത്ത് വെച്ച് എല്ലാം എഴുതുകയാണ്. എഴുതി തീർന്ന ഉടനെ അതിനെ അടച്ചു വയ്ക്കുക, അത് കഴിഞ്ഞു. പിന്നെ അതിനെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നല്ല, അതിന് പിറകെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ചെയ്താൽ നാളെ തന്നെ സൈൻ കാണുമെന്ന് പറയും. അത് ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ആ സൈൻ കാണുന്നത്. അതിനെന്ന് പറഞ്ഞ് ഇന്ന് ചെയ്തിട്ട് നാളെ പോയി സൈൻ കാണുന്നോ എന്ന് പറഞ്ഞ് ചേസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ 3 ദിവസം എന്ന് പറഞ്ഞ് ഈ 3 ദിവസം ആ ഡേറ്റ് എണ്ണി ഇരിക്കരുത്. അപ്പോൾ നമ്മൾ ഡേറ്റ് എണ്ണി ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഡൗട്ടും പേടിയൊക്കെ വരും. അതിനെ കൂളായിട്ട് വിട്ടിട്ട് നമ്മുടെ ഡെയിലി റൊട്ടീൻ ചെയ്യണം. എന്നത്തെ പോലെ നമ്മൾ ഡെയിലി റൊട്ടീൻ വളരെ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. ഇന്ന് നമ്മളെല്ലാം പ്രസന്റ് ടെൻസിൽ എനിക്കെല്ലാം എൻ്റെ ജോബ് കിട്ടി, എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ജോബിനെ കുറിച്ച് എൻ്റെ ജോബ് ഇന്ന സ്ഥലത്ത് എനിക്ക് കിട്ടിയെന്ന് നമ്മൾ പ്രസന്റ് ടെൻസിൽ എല്ലാം എഴുതിയതിന് ശേഷം നാളെ പോയി എനിക്ക് കിട്ടുമോ എന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് എന്താണ് ചെയ്യുക? ഇന്നലെ പറയുന്നു എനിക്ക് കിട്ടിയെന്ന്, ഇന്ന് വന്ന് എനിക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ യൂണിവേഴ്സ് തന്നെ സ്റ്റക്കാവും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അവിടെ ഡിലേ ആവും. അപ്പോൾ എല്ലാം ചെയ്തിട്ട് കൂളായിട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ ജോലി നോക്കുക. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക, ബാക്കിയെല്ലാം നിങ്ങളുടെ ഈശ്വരൻ അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് ശരിയായ സമയത്ത് കൊണ്ട് തന്നിരിക്കും. അത് കറക്റ്റായിട്ട് നടക്കും. മാത്രമല്ല, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. മറ്റുള്ളവരുടെ പറ്റി കുശുമ്പ്, അസൂയ, ഈ കുറ്റം പറയുന്നത്, പൊങ്ങച്ചടിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തുക. കാരണം അതൊക്കെ ചെയ്യുമ്പോൾ അത് ഈ മാനിഫെസ്റ്റേഷന് ഒരു തടസ്സമായിട്ട് മാറും. കാരണം യൂണിവേഴ്സ് വിചാരിക്കും, ഇവർ എന്നോട് ഇങ്ങനെയെല്ലാം പോസിറ്റീവായിട്ടെല്ലാം ചോദിച്ചിട്ട് ഇവർ ഫുൾ നെഗറ്റീവായിട്ടിരിക്കണം, അപ്പോൾ ഇവർ നെഗറ്റീവാണ് ചോദിക്കുന്നതെങ്കിൽ നെഗറ്റീവല്ലേ ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് യൂണിവേഴ്സ് തന്നെ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ ഇതിനൊരു ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ഇന്നൊരു ദിവസം ചെയ്തിട്ട് നാളെ ഇന്നൊരു ദിവസം ചെയ്യാമോ, അല്ലെങ്കിൽ അതേ ടൈം കീപ്പ് ചെയ്യണോ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ ടൈം കിട്ടുന്നോ ഇതിൻ്റെ പ്രധാന കാര്യം റിലാക്സ് ആയിട്ട് അതിൽ ഇമോഷൻസ് കൊടുത്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ടൈമൊന്നും ഒരു പ്രധാനമല്ല. പക്ഷേ ചിലർക്കെല്ലാം ഭയങ്കര നെഗറ്റീവ് തോട്ട്സും ഡൗട്ട്സും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളൊരു ബ്രഹ്മമുഹൂർത്തം, അതായത് 3 to 4 ആ ടൈം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉണർന്നിരിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് ഉടനെ അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരില്ല. അതുകൊണ്ട് ഈ ടൈം അങ്ങനെയുള്ളവർ സെലക്ട് ചെയ്യാം. അല്ലാത്തവർക്ക് ഏത് ടൈം വേണമെങ്കിലും ചെയ്യാം. ചെയ്യുമ്പോൾ 33 ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിനിടയിൽ എണീറ്റ് പോവുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അഥവാ ആരെങ്കിലും പെട്ടെന്നൊന്ന് വിളിച്ചാൽ 1 മിനിറ്റൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ആ 33 ടൈംസും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് മാത്രം നോട്ട്ബുക്ക് ക്ലോസ് ചെയ്തിട്ട് പോവുക. ഇനി എഴുതുന്ന ഈ പേപ്പർ എന്താണ് ചെയ്യേണ്ടത്? എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളതാണ്. ഈ 3 ദിവസം എഴുതിയ പേപ്പർ ഒന്നായിട്ട് വച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. കാരണം ഇതിൽ നെഗറ്റീവ്സ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. ഉള്ളി പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ഒരു എനർജി തരുന്ന കാര്യമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇല്ല, എനിക്കിത് ഞാൻ എഴുതിയത് മറ്റാരെങ്കിലും കണ്ടാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്ക് പ്രശ്നമാണ് എന്ന് കരുതുന്നവർ അതിനെ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ കീറിക്കളയാം. നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ഡിസ്പോസ് ചെയ്യാം. അതിലൊരു പ്രശ്നവുമില്ല. കാരണം ഈ പേപ്പറും ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ല. നിങ്ങൾ എന്ത് ഇമോഷൻസ് കൊടുക്കുന്നുവോ അതാണ് ഈ യൂണിവേഴ്സിൽ പോയി ചേരുന്നത്. അതും ഈ പേപ്പറും തമ്മിൽ ഒരു സംബന്ധവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സൂക്ഷിച്ചു വച്ചാൽ ഒരു ഗുണമുണ്ട്. നമ്മൾ ആ എഴുതിയ പേപ്പറിൽ നമ്മുടെ ആ എനർജി അങ്ങനെയിരിക്കും. അത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് നോക്കുമ്പോൾ എല്ലാം ആ വൈബ്രേഷൻ നമുക്കുണ്ടാകും. ആ എനർജി അതിൽ ഫ്ലോ ആവും. അപ്പോൾ വീണ്ടും അത് യൂണിവേഴ്സിൽ പോയി ചേരും. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് വൈബ്രേഷൻ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചാൽ നല്ലത് തന്നെയാണ്. അതിനെന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കില്ലെന്നും ഇല്ല. അതും ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് ഒരു സംബന്ധവും ഇല്ല. ഇതിൽ എനർജിയാണ് പ്രധാനം. ആ മനോഹരമായ ഫീലിംഗ് യൂണിവേഴ്സിൽ പോയി ചേരുമ്പോഴാണ് നമുക്കത് അട്രാക്റ്റ് ആവാൻ തുടങ്ങുന്നത്. ഇനി നിങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ ഫോളോ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ എഴുതാനായിട്ട് ആദ്യം ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അതായത് ഒരു ശാന്തമായ സ്ഥലത്ത്, യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത സ്ഥലത്ത് പോയിരിക്കുക. എന്നിട്ട് നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 3 to 5 പ്രാവശ്യമെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ പുറത്തേക്ക് വിടുക. അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ആവും. അപ്പോൾ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ 33 എന്നും എഴുതുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ചെയ്യുക.
അതിനുശേഷം നമ്പർ 1 നമ്പർ 2 എന്ന് എഴുതുക. അതെങ്ങനെ എഴുതുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഗോളാണോ വേണ്ടത്, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ പ്രസന്റ് ടെൻസിൽ എഴുതുക. അതിൽ ഒരു നെഗറ്റീവ് വേർഡും വരാൻ പാടില്ല. എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വീടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഇന്ന സ്ഥലത്ത്, അതായത് റോഡ് സൈഡാണെങ്കിൽ റോഡ് സൈഡിൽ ഇത്ര സെൻറ്റ് വസ്തുവിൽ എനിക്കൊരു മനോഹരമായ വീട് കിട്ടുകയും ഞാൻ അവിടെ എൻ്റെ ഫാമിലിയോട് സന്തോഷമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പ്രപഞ്ചശക്തിക്ക് നന്ദി. ഇങ്ങനെ എഴുതാം. എക്സാമ്പിൾ, നിങ്ങൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന കമ്പനിയിൽ എനിക്ക് ഇന്ന ജോലി കിട്ടുകയും ഞാൻ നല്ല സാലറി വാങ്ങുകയും ചെയ്യുന്നു. പ്രപഞ്ചശക്തിക്ക് നന്ദി. ഇങ്ങനെ എഴുതാം. ഇല്ല, നിങ്ങളൊരു പ്രഗ്നൻസിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ വയറിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ 33 ടൈംസ് എഴുതുക. ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ 3 ദിവസം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുക്കരുത്. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, എനിക്കിത് സൂക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇത് കത്തിച്ച് കളഞ്ഞാൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കും. അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അത് പോസിറ്റീവായിട്ട് നടക്കും. എനിക്കിങ്ങനെ സംഭവിക്കും, എനിക്കങ്ങനെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. കീറിക്കളഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. മനസ്സ് തന്നെയാണ് എല്ലാറ്റിനും കാരണം. നിങ്ങളിനി ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിന് വേണ്ടിയാണ് എഴുതുന്നതെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ലവറും ഞാനും ഒത്തൊരുമയായിട്ട് ഹാപ്പിயாக സന്തോഷമായി ജീവിക്കുന്നു. ഇങ്ങനെ എഴുതാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.